ഫ്രണ്ട് ലൈൻ സ്റ്റാഫുകളായ നമ്മൾ ഫ്രണ്ട് ലൈൻ സ്റ്റാഫുകൾ എന്ന് പറയുമ്പോൾ കസ്റ്റമർക്ക് സർവീസ് കൊടുക്കുന്ന അല്ലെങ്കിൽ കസ്റ്റമറിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലേ. സ്റ്റാർ ജോബ് എന്ന ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് സ്റ്റാഫുകളായില്ല നമുക്കുള്ളൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്കൊരു പ്രൊഫഷണൽ ഒരു പ്രൊഫഷണൽ നമ്മുടെ എന്താ പറയുക ഒരു കരിയർ ഒരു മാർക്കിംഗ് സംവിധാനം. അതായത് നമ്മൾ ഇത്ര സ്റ്റാഫുകൾക്ക് ഇന്ന സ്ഥാപനത്തിൽ ഇത്ര കസ്റ്റമേഴ്സിന് നമ്മൾ സർവീസ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ സർവീസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇത്ര ആളുകൾ നമുക്ക് ഫീഡ്ബാക്ക് നൽകിയിട്ടുണ്ട്. ആ നൽകിയ ഫീഡ്ബാക്ക് ഇത്രയാണ്. അതൊരു റേറ്റിംഗ് സംവിധാനം. നമ്മൾ സ്ഥാപനങ്ങൾക്ക് ഗൂഗിൾ റിവ്യൂ ഒക്കെ ചെയ്യുമല്ലോ, അതുപോലെ നമ്മുടെ സ്റ്റാഫുകളായ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെ റിവ്യൂ ചെയ്യുന്നു. ആ റിവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രൊമോഷൻസ് സ്ഥാപനങ്ങൾ ഇനി തീരുമാനിക്കുക അങ്ങനെയാണ്. പ്രൊമോഷൻസ് നമ്മുടെ കസ്റ്റമർ റിവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ ഒരു മെത്തേഡ്. അപ്പോൾ നമ്മുടെ റിയൽ സത്യസന്ധമായ കാര്യം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സാണ് കിങ് അല്ലേ. കസ്റ്റമേഴ്സിന് നല്ല സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പോൾ നല്ല സർവീസ് കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരോട് പറയാൻ പറ്റും, നമ്മുടെ QR കോഡ് ഒന്ന് കാണിച്ചിട്ട് ഒന്ന് റിവ്യൂ ചെയ്യണേ, ഒന്ന് 5 സ്റ്റാർ നൽകണേ. അങ്ങനെ ചെയ്യുമ്പോൾ അവർ ആ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അത് ബാക്ക് എൻഡിൽ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സാലറി ഇൻക്രിമെൻറ്റ്, അതുപോലെ നമ്മുടെ പ്രൊമോഷൻസ്, ഇങ്ങനൊരു സംവിധാനം. അപ്പോൾ നല്ലൊരു മെത്തേഡായിരിക്കും അത്. അപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനോട് നമ്മുടെ QR കോഡ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവരുടെ വാട്സപ്പ് നമ്പർ വാങ്ങിയിട്ട് അതിലേക്ക് നമ്മുടെ ഒരു യൂസർ ഉണ്ടാവും, നമ്മുടെ സ്റ്റാർ ജോബ് ബുക്കിൻ്റെ ഒരു യൂസർ, അതിൽ അവരുടെ നമ്പർ അടിച്ചു കൊടുത്ത് ജസ്റ്റ് സബ്മിറ്റ് കൊടുത്താൽ നമ്മുടെ ലിങ്ക് അവരുടെ വാട്സപ്പിലേക്ക് പോവുകയും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർക്ക് നമ്മളെ റിവ്യൂ ചെയ്യാനുള്ള അവസരം കിട്ടുന്നു. നമ്മുടെ ഫോട്ടോ കണ്ടിട്ട് റിവ്യൂ ചെയ്യാനുള്ള അവസരം കിട്ടുന്നു. അപ്പോൾ സ്റ്റാഫായിട്ടുള്ള നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സിന്, നമ്മുടെ മുമ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്ത് കൊടുക്കുക, നല്ല സർവീസ് കൊടുക്കുക. അത് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓണേഴ്സിനും അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിനും മാനേജ്മെൻറ്റിനും ആവശ്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സർവീസ് കറക്റ്റായിട്ട് കൊടുത്തിട്ട് നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യുക. നമ്മൾ നാളെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റണം, എൻ്റെ സർവീസ് റിവ്യൂ എന്ന് പറയുന്നത് 5 സ്റ്റാർ ആണ് അല്ലെങ്കിൽ 4.5 സ്റ്റാർ ആണ് എന്ന് പറയാൻ നമുക്ക് പറ്റണം. ആ രൂപത്തിലുള്ള കരിയർ ബിൽഡ് ചെയ്യാൻ നമുക്ക് സ്റ്റാർ ജോബ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഓരോ കസ്റ്റമേഴ്സിനും, നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഓരോ കസ്റ്റമേഴ്സിനും നല്ല സർവീസ് കൊടുക്കുക. ആഫ്റ്റർ അവരോട് ചോദിക്കുക നിങ്ങളുടെ സർവീസിൻ്റെ റിസൾട്ട് എന്താണെന്നില്ല, ഒരു റിവ്യൂ ചോദിക്കുക. ആ റിവ്യൂ അവരയക്കട്ടെ. അത് നമുക്ക് നല്ലൊരു അസറ്റായിട്ട് മാറും നാളെ. താങ്ക് യു.